Hi all, welcome to AICT, Abstract Institute of Commerce and Engineering Technology. പ്രൈമവേര ട്രെയിനിങ്ങിൻ്റെ നാലാമത്തെ വീഡിയോ ആണത്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് EPS ആൻഡ് OPS നമ്മൾ പ്രൈമവേരയിൽ ക്രിയേറ്റ് ചെയ്യുന്ന എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഈ ഒരു വീഡിയോയിലൂടെ ഒരു പ്രൈമവേരയിൽ നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി അതിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്ത് ഏത് രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. വീഡിയോയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് പെട്ടെന്ന് പറഞ്ഞാണ് പോകുന്നത്. നമ്മളൊരു വില്ല വർക്കിന് ഒരു കേരളത്തിൽ നടക്കുന്ന വില്ല വർക്കിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇത് എക്സലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഷെഡ്യൂളും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടും നമ്മൾ ഇക്വേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സലിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലൊരു കേരളത്തിൽ ഒരു വീടിൻ്റെ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ പറയാം, നമുക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും എന്നുള്ളത്. നമ്മളോട് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് ഡാറ്റാസ് ആവശ്യമാണല്ലേ. എന്തൊക്കെ നോക്കേണ്ടി വരും? നമുക്ക് എത്ര മാൻ പവർ വേണം, ഏതെല്ലാം വർക്കാണുള്ളത്, അതിൻ്റെ ക്വാണ്ടിറ്റി. ഇപ്പം നമുക്കൊരു ബ്ലോക്ക് വർക്ക് ചെയ്യാനുണ്ട്, ഇപ്പം നമുക്ക് 100 m² ആണ് ഉള്ളത്. നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി എന്നുള്ള പറഞ്ഞ ഡാറ്റ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ളതെല്ലാം നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളത്. അതായത് നമുക്ക് 100 m² ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു മേസന് 2 ഹെൽപ്പറെ വെച്ചുകൊണ്ട് ഒരു ദിവസം 20 m² കവർ ചെയ്യും എന്നുണ്ടെങ്കിൽ നമുക്കത് 5 ദിവസമാണല്ലേ എടുക്കുക. അത്തരത്തിൽ നമ്മൾ 2 മേസനും 4 ഹെൽപ്പർ ഉണ്ടെങ്കിലോ ഒരു ദിവസം നമുക്ക് 40 m² കവർ ചെയ്യും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാം? ഇത്തരത്തിലുള്ള ഒരുപാട് ഡാറ്റകൾ നമുക്ക് ആവശ്യമാണല്ലേ. നമ്മളോട് ഇത് എത്ര ദിവസം കൊണ്ട് പ്രൊജക്റ്റ് തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതിൽ നമ്മളൊരു എക്സാമ്പിളിലൂടെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡാറ്റാസ് കിട്ടുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ ഫസ്റ്റ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ട് മൈൽ സ്റ്റോൺ ആണ്. അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 0 ആണ്. ഈ സ്റ്റാർട്ട് മൈൽ സ്റ്റോൺ എന്നുള്ളത് എഞ്ചിനീയറിംഗ് ടേമിലാണ് അത് പറയുന്നത്. അതിനുശേഷം നമുക്കുള്ളത് എക്സ്കവേഷൻ ആണ്. നമുക്ക് 20 m³ ആണ് നമുക്ക് എക്സ്കവേഷൻ ചെയ്യാനുള്ളത്. നമുക്ക് ഡ്യൂറേഷൻ വരുന്നത് 1 day ആണുള്ളത്. നമ്മൾ പ്രീവിയസ് പ്രൊജക്റ്റിലെ ഡാറ്റ വെച്ചിട്ടായിരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടാവുക ഈ ഒരു പ്രീവിയസ് ഡാറ്റയുടെ ബേസിലായിരിക്കും. അതിന് നമുക്ക് റിസോഴ്സ് ആവശ്യമാണല്ലേ. JCB വേണം. ആ ഒരു ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു JCB ആവശ്യമാണ്. ഒരു എഞ്ചിനീയർ വേണം സൈറ്റിൽ. സർവേയർ വേണം. നമ്മളത് സെറ്റ് ഔട്ട് ചെയ്യണം, ഏതെല്ലാം പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് എക്സ്കവേഷൻ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സർവേയർ. അതുപോലെ തന്നെ ഹെൽപ്പറെ ആവശ്യമാണ്. നമുക്കത് ജസ്റ്റ് മാനുവലായിട്ട് സാധനങ്ങൾ മാറ്റാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് 2 ഹെൽപ്പറെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2/12/24 അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീരും. നമ്മൾ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 5 മണിക്ക് വർക്ക് തീരുക എന്നുള്ള കണ്ടീഷനിൽ അന്ന് തന്നെ നമുക്ക് തീർന്നു 2-ാം തീയതി. അതിന് അടുത്ത സ്റ്റേജാണ് ഫൗണ്ടേഷൻ എന്നുള്ളത്. നമ്മൾ ഫൗണ്ടേഷന് ക്വാണ്ടിറ്റി വരുന്നത് 18 m³ ആണ്. നമുക്ക് ഡ്യൂറേഷൻ വരുന്നത് 4 ദിവസം വരും. അതിൻ്റെ ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. ഷട്ടറിങ് ലീൻ ചെയ്യാനുണ്ടാവും, ലീൻ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു പോവുകയാണെന്നുള്ളത് കൊണ്ട് അത്ര ഡീപ്പായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ലീൻ കോൺക്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഷട്ടറിങ്, സ്റ്റീൽ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് വേണ്ട റിസോഴ്സ് എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ കോൺക്രീറ്റ് വേണം, 18 m³ ആണ് കോൺക്രീറ്റ് വേണം. സ്റ്റീൽ അതുപോലെ തന്നെ 4 ടൺ സ്റ്റീൽ വേണം. കൺസ്യൂമബിൾസ് അതായത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബൈൻഡിങ് വയർ, അതുപോലെ തന്നെ നെയിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺസ്യൂമബിൾസിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ലേബർ എന്തൊക്കെ വേണം? ഒരു മെയ്സൺ വേണം അല്ലേ. കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു മെയ്സൺ വേണം. സൈറ്റിൽ ഒരു എഞ്ചിനീയർ ആവശ്യമാണ്. ഹെൽപ്പർ 3 ആൾ വേണം. ഷട്ടറിങ് കാര്യങ്ങൾ ഉപയോഗിക്കാനും ഷട്ടർ ചെയ്യുന്ന 2 ഹെൽപ്പർ വേണം. അതുപോലെ തന്നെ 3 സ്റ്റീൽ ഫിക്സർ. ഇതിൽ മാൻ പവർ 4 ദിവസം ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇത്രയും മാൻ പവർ 4 ദിവസം വേണം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ ഷട്ടറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാർപ്പൻറ്ററിന് അവിടെ വർക്ക് ഉണ്ടാവില്ലല്ലേ. പക്ഷെ എന്നാലും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ആളെ വേറെ സൈറ്റിലേക്ക് മാറ്റലൊന്നും ഉണ്ടാവില്ല. നമ്മൾ അവിടുത്തെ സ്റ്റീൽ വർക്കും കാര്യങ്ങളൊക്കെ അവർ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ സാധാരണ ഈ കേരളത്തിലുള്ള സൈറ്റുകളിലും എല്ലാ സൈറ്റുകളിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് 6-ാം തീയതി തീരും. അത്തരത്തിൽ 4 ദിവസമാണ് ഈ ഒരു വർക്ക് വരുന്നത്. അതിനുശേഷം വരുന്നതാണ് നെക്കോളം, അതല്ലെങ്കിൽ പെഡസ്റ്റൽ കോളം. ഫൗണ്ടേഷനും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് നെക്കോളം എന്നുള്ളത്. അതിൽ ക്വാണ്ടിറ്റി വരുന്നത് 1.5 m³ ആണ് കോൺക്രീറ്റ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു വർക്കിന് എടുക്കുന്നത് 2 ദിവസമാണ്.
ഈ 2 ദിവസം എന്നുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഡാറ്റ വെച്ചിട്ട് പ്രൊഡക്ടിവിറ്റി അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റകളൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്യൂറേഷൻ എടുക്കുക. ആ ഒരു ഡാറ്റാസ് കാര്യങ്ങളെല്ലാം നമ്മൾ സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഡാറ്റകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഡാറ്റാസ് ഉണ്ടാക്കിയെടുക്കുക. ഇത്തരത്തിലുള്ള എല്ലാ വർക്കിൻ്റെയും ക്വാണ്ടിറ്റിയും ഡ്യൂറേഷനും എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് എൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് കൂടുതലായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഞാനതിൽ കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള നെക്കോളത്തിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി 1.5 ആണ്, ഡ്യൂറേഷൻ 2 ദിവസമാണ്, സ്റ്റീല് 110 വരുന്നുണ്ട്. നമുക്ക് കൺസ്യൂമബിൾ ബൈൻഡിങ് വയറും നെയിലും കാര്യങ്ങളും അത്തരത്തിലുള്ള കൺസ്യൂമബിൾസ് വരുന്നത് 5000 രൂപയുടെ എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് 1.5 ക്യൂബിക് മീറ്റർ ആണ്. അതുപോലെ തന്നെ ലേബർ 2 ഹെൽപ്പർ, ഒരു എഞ്ചിനീയർ, ഒരു കാർപ്പൻറ്റർ 2 പേര്, സ്റ്റീൽ ഫിക്സർ 2 പേര്, മേസൺ ഒരാൾ എന്നിങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജാണ് നമ്മളിത് ഗ്രൗണ്ട് ബീം എന്നുള്ളത്. ഈ ഒരു ഗ്രൗണ്ട് ബീമിൽ നമുക്ക് ഇതുപോലെ തന്നെ കാര്യങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഈ ഗ്രൗണ്ട് ബീം കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ഫില്ല് ചെയ്യും. ആ ഒരു ബാക്ക് ഫില്ലിങ്ങിന് എന്തൊക്കെയാണ് നമുക്ക് റിക്വയർമെന്റ്സ്? നമുക്ക് മെഷീനറി ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഒരു JCB ആവശ്യമാണ്, അതുപോലെ തന്നെ റോളിംഗ് കോമ്പാക്ടർ വരുന്നുണ്ട്. അത് നമ്മൾ ബാക്ക് ഫില്ലിങ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രകാരം എവരി 1 ഫീറ്റ്, അതായത് 30 സെൻറ്റിമീറ്റർ നമ്മൾ ബാക്ക് ഫില്ല് ചെയ്ത് വാട്ടർ സ്പ്രേ ചെയ്തുകൊണ്ട് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യും. അതാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. മെറ്റീരിയൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ഫില്ലിംഗ് മെറ്റീരിയൽ വേണം. നമ്മൾ അവിടെ എക്സ്കവേഷൻ ചെയ്തത് നമ്മൾ എത്രയായിരുന്നു? 20 m³ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ എക്സ്കവേഷൻ ചെയ്ത 10 m³ മണ്ണ് അവിടെ ഉണ്ട്. ബാക്കി വരുന്ന 10 m³ നമ്മൾ പുറത്തുനിന്ന് മൊബിലൈസ് ചെയ്യേണ്ടതുണ്ട്. 2 ടാങ്കർ വെള്ളം ആവശ്യമാണ്. ഇതിന് ബാക്ക് ഫില്ല് ചെയ്ത് അതിൽ വെള്ളം അടിച്ചുകൊണ്ട് കോമ്പാക്ഷൻ ചെയ്യുന്നതിന്. ലേബേഴ്സിന് 2 ഹെൽപ്പറും ഒരു എഞ്ചിനീയർ ആവശ്യമാണ് ഇത് ബാക്ക് കോമ്പാക്ഷനും കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്ക് ഫില്ലിങ് കഴിഞ്ഞു. അടുത്ത സ്റ്റേജാണ് കോളത്തിൻ്റെ വർക്ക് എന്നുള്ളത്. അതിന് വേണ്ട മെറ്റീരിയൽസും ലേബേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത വർക്കാണ് ബീം ആൻഡ് സ്ലാബ്സ്, അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതാണ് ബ്ലോക്ക് വർക്ക്, ഫ്ലോർ കോൺക്രീറ്റ്, പ്ലാസ്റ്ററിങ്, ടൈൽ വർക്ക്, പെയിൻറ്റിങ്, പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളത്. ഇത്രയും പറഞ്ഞ വർക്ക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയും ലേബേഴ്സിൻ്റെയും മെഷീനറീസിൻ്റെയും ഡാറ്റകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2/12/24 വർക്ക് ഫിനിഷ് ചെയ്യുന്നത് നമുക്ക് 14/1/25 അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് സീക്വൻസും നമ്മൾ കൊടുത്ത മെറ്റീരിയൽസിൻ്റെയും മാൻ പവറിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൈമവേരിയിലും ഇതുപോലെ കൊടുക്കേണ്ടതുണ്ട്. അടുത്ത സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ് അല്ലേ, ഇതിന് എത്രത്തോളം ക്യാഷ് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് അടുത്ത ഷീറ്റിൽ പോവാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോസ്റ്റിൻ്റെ ഷീറ്റാണ് ഇത്. അതായത് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 44 ഡേയ്സ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2/12/24 എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 14/1/25 നമുക്ക് എൻഡ് ഡേറ്റും വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിനെ നമ്മൾ ഈ ഒരു ഷീറ്റിൽ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഷീറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് എക്സ്കവേഷൻ ആണ്. ഇത് 2ാം തീയതി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 2ാം തീയതി തന്നെയാണ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്യൂറേഷൻ വരുന്നത് 1 ഡേ ആണ്. നമ്മളിവിടെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത് 20 ക്യൂബിക് മീറ്റർ ആണ്. ആ ഒരു 20 ക്യൂബിക് മീറ്റർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ 20 ക്യൂബിക് മീറ്റർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നമുക്ക് മെറ്റീരിയൽസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒന്നും ആവശ്യമായിട്ടില്ല ഈ ഒരു എക്സ്കവേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ. അപ്പോൾ അടുത്തത് നമുക്ക് ലേബറിൽ നമ്മൾ അവിടെ അസൈൻ ചെയ്തിരുന്നത്, നമ്മൾ ലേബർ അസൈൻ ചെയ്തപ്പോൾ ഒരു എഞ്ചിനീയറും ഒരു സർവേയറും 2 ഹെൽപ്പറും ഒരു JCB അല്ല റിക്വയർമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ലേബർ 2 എഞ്ചിനീയർ എന്നാണ്, ഒരു എഞ്ചിനീയർ ഒരു സർവേയർ 2 ആക്കിയിട്ടുണ്ട്. സ്കിൽഡ് നമുക്കൊന്നും ആവശ്യമില്ല, അൺസ്കിൽഡ് 2 പേരെ നമുക്ക് ആവശ്യമാണ്. പിന്നെ അതിനുള്ള എമൗണ്ട്, ഈ ലേബേഴ്സിൻ്റെ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ, ആ ഒരു എമൗണ്ടിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ ഇൻറ്റു ആ ഒരു എഞ്ചിനീയറുടെ സാലറി പ്ലസ് നമ്മുടെ സ്കിൽഡ് ലേബറിൻ്റെ സാലറി പ്ലസ് അൺസ്കിൽഡ് ലേബറിൻ്റെ സാലറി, ഇത് ടോട്ടൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ 5200 എന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആവശ്യമാണ് മെഷീനറി ആവശ്യമാണ് അല്ലേ, മെഷീനറി ആവശ്യമാണ്. നമുക്ക് ക്വാണ്ടിറ്റി
ഒരെണ്ണമാണ് ആവശ്യമുള്ളത്. യൂണിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. ഒരു ദിവസത്തിന് ഒരു JCBയുടെ റെന്റ് 15,000 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എമൗണ്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുന്ന ഇക്വേഷന് ടോട്ടൽ ഡേയ്സ് ഇൻറ്റു ക്വാണ്ടിറ്റി ഇൻറ്റു യൂണിറ്റ് റേറ്റ്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരും. എത്രയാണെന്നുള്ളത് 15,000 രൂപയാണ് ഒരു ദിവസത്തിന് വരിക. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു കോസ്റ്റാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ടാവില്ല, നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷന് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഒരു എഞ്ചിനീയർക്ക് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അക്കോമഡേഷനും കാര്യങ്ങളാണ് കൊടുക്കുക. അതുപോലെ തന്നെ ലേബേഴ്സിനുള്ളതും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇക്വേഷൻ കൊടുക്കുന്നത് ടോട്ടൽ ഡേയ്സ് ഇൻറ്റു, അത് പ്രൊഫഷണൽ ഇൻറ്റു 150 രൂപയാണ് പെർ ഡേ ഡേറ്റ് വരുന്നത്. നമുക്ക് ലേബേഴ്സിന് വരുന്നത് പെർ ഡേ 50 രൂപ എന്നുള്ളതാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് നമ്മളിവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇത്ര ലേബർക്ക് ഒരു ദിവസത്തിനുള്ള അക്കോമഡേഷനുള്ള എമൗണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഇതിൻ്റെ എല്ലാം ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്, മെഷീനറി കോസ്റ്റ്, ലേബർ കോസ്റ്റ്, മെറ്റീരിയൽസിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ എല്ലാ ആക്ടിവിറ്റിയുടെയും നമ്മൾ ഡാറ്റ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷീറ്റിൽ. നമ്മൾ ഫൗണ്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് കോൺക്രീറ്റ്, സ്റ്റീൽ, കൺസ്യൂമബിൾസ്, ഇതിൻ്റെ എല്ലാം യൂണിറ്റ് റേറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട്, അതായത് നമുക്കിവിടെ 18 m³ ആണ് ആവശ്യമുള്ളത്. ഒരു m³ 5,000 രൂപ എന്നുള്ളതാണ്. ഈ റേറ്റ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം എടുത്ത റേറ്റുകളാണ്, ഇതൊന്നും മാർക്കറ്റിലുള്ളതല്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമുക്ക് അടുത്തത് സ്റ്റീൽ ടണ്ണിന് 6,000 രൂപ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടല് 4 ടൺ സ്റ്റീലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. യൂണിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 6,000 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 24,000. ഈ ടോട്ടൽ എമൗണ്ട് വരുന്നത് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം സമ്മ് ചെയ്തതാണ് ഈ ഒരു ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ലേബറിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എഞ്ചിനീയർ ആവശ്യമാണ്, 6 സ്കിൽഡ് ആവശ്യമാണ്, 3 അൺസ്കിൽഡ് ആവശ്യമാണ്. ഇത് ടോട്ടൽ ഡ്യൂറേഷന് എത്രയാണോ വരുന്നത് അതേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു എഞ്ചിനീയറിൻ്റെ 2,000 രൂപ പെർ ഡേ ആണ് സാലറി വരുന്നത്. അതുപോലെ തന്നെ 6 ലേബർ വരുന്നുണ്ട്, 700 നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട്, ഹെൽപ്പർക്ക് 600 എന്നിങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള അതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നുണ്ട് ഇവിടെ. അതിന് ശേഷം നമുക്ക് മെഷീനറി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ ഒരു ഡ്യൂറേഷൻ ഇൻറ്റു പ്രൊഫഷണൽ ഇൻറ്റു 150 പ്ലസ് അൺപ്രൊഫഷണൽ ഇൻറ്റു 50 എന്നുള്ള എമൗണ്ട്, പിന്നെ ടോട്ടൽ എമൗണ്ട്. ഇത്തരത്തിൽ എല്ലാ വർക്കിൻ്റെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷീറ്റ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കോസ്റ്റിൻ്റെത്. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ നമ്മൾ ഇക്വേഷൻസും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിലെടുക്കണം എക്സല്. പക്ഷെ പ്രൈമവേരയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഇതിൽ അടുത്തതാണ് നെക്കോളത്തിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഡ്യൂറേഷനും കാര്യങ്ങളും വെച്ചുകൊണ്ട് മെറ്റീരിയൽസ്, ലേബേഴ്സ്, മെഷീനറി കാര്യങ്ങൾ, അതുപോലെ ബാക്ക് ഫില്ലിങ്, കോളം, ബീം, ബ്ലോക്ക് വർക്ക്, ഫ്ലോർ കോൺക്രീറ്റ്, പ്ലാസ്റ്ററിങ്, ടൈൽ വർക്ക്, പെയിൻറ്റിങ് എന്നീ എല്ലാ വർക്കിൻ്റെ ഷീറ്റും കാര്യങ്ങളും നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഡാറ്റയാണ് നമുക്ക് മെറ്റീരിയൽസ് ഫ്ലോ നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് ഏതെല്ലാം ദിവസങ്ങളിൽ ഏതെല്ലാം മെറ്റീരിയൽസ് വേണം എന്നുള്ളത് നമുക്ക് ഡാറ്റ കിട്ടും. അതുപോലെ നമുക്ക് ലേബേഴ്സിൻ്റെ ഒരു ഷീറ്റ് കിട്ടും അല്ലേ, ലേബേഴ്സിൻ്റെ ഫ്ലോ, മെഷീനറീസിൻ്റെ, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ എന്നീ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്യും. എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഡാറ്റകൾ കിട്ടാൻ വേണ്ടി നമുക്ക് വീക്കിലി, മന്ത്ലി എല്ലാം ആയിട്ട് ഇതിനെ നമുക്ക് ഇതിനെ ഷോർട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് അടുത്ത ഷീറ്റിൽ പോവാം, എങ്ങനെയാണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ഷീറ്റിലാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽസ് ഫ്ലോ, മാൻ പവർ ഫ്ലോ, ക്യാഷ് ഫ്ലോ, നമ്മളിപ്പോൾ അതൊരു വീക്കിലിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ ഉള്ള ഡേറ്റിൽ നമുക്ക് സൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഏതെല്ലാം മെറ്റീരിയൽസ് അതിൻ്റെ യൂണിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാൻ പവർ, ഈ ഒരു ഡേറ്റിൽ നമുക്ക് എത്ര ടോട്ടലായിട്ട് ആ ഒരു സൈറ്റിലേക്ക് എത്ര എഞ്ചിനീയർ വേണം, എത്ര സ്കിൽഡ് ആയിട്ടുള്ള ലേബർ വേണം, അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബർ വേണം, ഈ ഒരു 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ എത്ര ആവശ്യമായിട്ടുള്ള ടോട്ടൽ ക്യാഷ് ഫ്ലോ എന്നീ ഡീറ്റെയിൽസും ഇവിടെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഈ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? നമ്മൾ ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ള ഷീറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡേറ്റിനുള്ളത്, അതായത് 6-ാം തീയതി വരെയാണ്, അതായത് ഈ ഫസ്റ്റത്തെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നതെന്ന് നോക്കുക. അതായത് ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഈ 6-ാം തീയതി 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ വരുന്നത്, ഈ ഒരു വർക്കിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്.
ടോട്ടൽ കോസ്റ്റ് വരുന്നത് 1,89,000 ആണ്. അതാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്, 1,89,000. നമ്മൾ ആ ഒരു ഷീറ്റിൽ നിന്ന് കൊടുത്ത ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെ ഈ വാല്യൂ വന്നിട്ടുള്ളത്. അതുപോലെ ക്യൂമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട്, അതായത് സ്റ്റാർട്ട് മുതൽ ഏതാണോ ഡേറ്റ് വരെ വരുന്ന എമൗണ്ട് ആണുള്ളത്. അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ 7th 12th സ്റ്റാർട്ട് ചെയ്ത് 15th വരെയുള്ള മെറ്റീരിയൽസിന്റെ ഡാറ്റയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുൻകൂട്ടി നമുക്ക് ഓർഡർ ചെയ്യാൻ കഴിയും ഇത്ര മെറ്റീരിയൽസ് സൈറ്റിൽ ആവശ്യമാണ് ഇന്ന ഡേറ്റിൽ എന്നുള്ളത്. അതുപോലെ മാൻ പവറിന്റെ ഡാറ്റാസ് കിട്ടും, നമുക്ക് ഇത്ര മാൻ പവർ ആവശ്യമുണ്ട് എന്നുള്ളത്. അതുപോലെ ക്യാഷ് ഫ്ലോ കിട്ടും, ഈ ഒരു ആഴ്ചയിൽ 7th മുതൽ 15th വരെ ഇത്ര ക്യാഷ് നമുക്ക് ആ ഒരു വർക്ക് നടക്കാൻ ആവശ്യമാണ്. ഈ ക്യുമുലേറ്റീവ് എമൗണ്ട് വരുന്നത് പ്രീവിയസ് എമൗണ്ട് പ്ലസ് ഈ വീക്കത്തെ എമൗണ്ട് ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ഡാറ്റ നമ്മൾ പ്രൈമവേരിയിൽ നമുക്ക് കിട്ടുകയാണ്. നമുക്ക് ജസ്റ്റ് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒറ്റ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്രയധികം നമുക്ക് ഡാറ്റ കിട്ടുകയാണ്. നമുക്കൊരു വർക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം മെറ്റീരിയൽസ് ഏതെല്ലാം ഡേയ്സിൽ നമുക്ക് ആവശ്യമാണെന്നുള്ള ഡാറ്റ കിട്ടും. അതുപോലെ തന്നെ മാൻ പവറിൻ്റെത്, ക്യാഷ് ഫ്ലോ എത്രത്തോളം വരും എന്നുള്ള ഡാറ്റകളൊക്കെ നമുക്ക് കിട്ടുകയാണ്. വർക്ക് സ്മൂത്ത് ആയിട്ട് പോവാൻ മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. അപ്പോൾ ഈ ഒരു മെയിനായിട്ടൊരു പ്ലാനിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇതാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയും ക്യാഷിൻ്റെയും ലേബറിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രൈമവേരിയിൽ ചെയ്യുന്നത്. ഞാനിതൊരു തിയററ്റിക്കലായിട്ട് എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്.